ഇവൻ പരിപാടിക്ക് പോയി വരുമ്പോഴേ പൈസ കൊണ്ടുവന്നിട്ടേ തരും. ഒന്നും അനാവശ്യമായിട്ട് ചെലവാക്കില്ല. ഉമ്മയുടെ അടുത്ത് ഞാൻ ഇന്നലെ ചോദിച്ചിട്ടില്ല. അതെന്താ ചെയ്തേക്കണേ, എന്താ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പൈസ ആണല്ലോ, അത് എത്ര എടുത്തെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഉറുമ്പ് കൂട്ടും പോലെ ഇവൻ കരഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞു മിച്ചത്. ഉമ്മച്ചി അങ്ങനെ വളർത്തിയ മക്കളെല്ലാം നല്ല രീതിയിൽ എത്തിയില്ലേ? അപ്പൊ നമുക്ക് അതല്ല ഏറ്റവും വലുത്. ഉമ്മച്ചി ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ആണ് ഇപ്പോഴും നമ്മളുടെ ഈ കാണുന്ന ആരോഗ്യം. ഈ തടി രാത്രി ഞാൻ വരുന്ന സമയത്ത് ഈ ജനൽക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ദിലീപേട്ടും എന്റെ മൂത്ത മോനാന്ന് പറഞ്ഞെടുക്കണേണ്. പൃഥ്വിരാജനൊക്കെ വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് സിനിമന്ന് വെച്ച്. അപ്പൊ ഞാനത് ഉറങ്ങിയാണ്, എന്നെ കളിയാക്കിയതാണ്. ഉമ്മച്ചി പണ്ടൊക്കെ ഈ ദേഷ്യപ്പെടുമ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഒരു ഡയലോഗ് എന്തായിരുന്നു? ആ സമയത്ത് തനി നാട്ടുപുറത്ത് ഉമ്മച്ചിയാവും വിളിക്കും. എൻ്റെ ഫാദർ മരിക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും കൈ കൊണ്ടുവന്നിട്ട്, അന്ന് എനിക്ക് 16 വയസ്സല്ലേ ഉള്ളൂ, എല്ലാ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു. ഉമ്മിച്ചിയുടെ കൈ, അനിയന്മാരുടെ കൈ, പെങ്ങളുടെ കൈ നോക്കിക്കോ. സംസാരശേഷി പോയി. അവരൊക്കെ നമ്മളുടെ വീട്ടിലെ അംഗങ്ങളായിരുന്നു ശരിക്ക്. മണി, സലീമൊക്കെ ഇപ്പോഴും വരും കേട്ടോ. അശോകൻ ചേട്ടൻ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നൂട്ടി. അപ്പൊ ഉമ്മായും മോനും കൂടെ ഉള്ളൊരു ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഇന്റർവ്യൂസ് ഭയങ്കര റയറാ. അപ്പൊ നമുക്കൊരു ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഉമ്മായോട് ചോദിക്കാം. ഒരു ആദ്യ ചോദ്യമാണ്. നാദിർഷിക്ക എത്ര കൊടുത്താലും വേണ്ട എന്ന് പറയാത്ത ഒരു ഭക്ഷണം അത് എന്തായിരിക്കും? എത്ര കൊടുത്താലും വേണ്ട എന്ന് പറയാത്ത, ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കുന്ന ഭക്ഷണം ഉമ്മ കൊടുക്കുന്ന കൂട്ടത്തില് എന്തായിരുന്നു? അവനങ്ങനെ ഒന്നും എടുക്കാറില്ല. ഇന്ന സാധനം ഇഷ്ടമൊന്നുമില്ല. എന്തെങ്കിലും കഴിക്കുന്ന അല്ലാതെ ഇന്ന സാധനം എനിക്ക് ഇഷ്ടമെന്നുള്ളത് ദൂരം പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ നമ്മളുടെ ഒരു നൊസ്റ്റാൾജിയ ഫുഡ് എന്ന് പറയുന്നത് സ്കൂളിൽ പോകാൻ നേരത്തൊരു ചോറും പാത്രത്തിൽ ചോറും അതിൻ്റെ മുകളിൽ തക്കാളി കറി സ്ഥിരമാണ്. തക്കാളി അല്ല, പരിപ്പ് ഒലുത്തിയത്, ചെറുപയറല്ല, പരിപ്പ് ഒലുത്തിയത്, ഒരു മുട്ട പൊരിച്ചത്. ഇത് സ്ഥിരം. കാരണം ഈ ടിഫിൻ ബോക്സ് നമ്മുടെ ക്ലാസ്സിൽ ഭയങ്കര ഫേമസ് ആണ്. കാരണം ഇവന്മാർക്ക്, ഞങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാമായിരുന്നു ഈ 3 സാധനം ഇതിനകത്ത് ഉറപ്പായിട്ടുണ്ടാവുന്നു. മുട്ട പൊരിച്ചത് മിക്കവാറും എനിക്ക് കിട്ടാറില്ല. യുമാരെ എടുത്ത് തിന്നും. ബാക്കി 2 ഈ തക്കാളി, പിന്നെ അതൊക്കെ കൂടി രാവിലെ വെച്ചിട്ട് നല്ല ചൂട് ഇതായിരിക്കും തക്കാളി കറി, പിന്നെ പരിപ്പൊക്കെ, പിന്നെ അതിൻ്റെ മുകളിൽ പപ്പടം ഉണ്ടാവട്ടാ. ഈ പപ്പടം കൂടി നനഞ്ഞ് ഒട്ടി ഈ ഉച്ചയ്ക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് ഈ പപ്പടമൊക്കെ ക്രിസ്പി ആയിട്ടുള്ള പപ്പടം അല്ല കിട്ടുന്നത്, കുതിർന്ന പപ്പടം. അതെല്ലാം കൂടി അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഭയങ്കരമായിട്ട് നമുക്ക് മിസ് ചെയ്യുന്നതാണ്. അതൊക്കെ അന്ന് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ്. അപ്പൊ ഇക്കാടെ ഏറ്റവും ഒരു കംഫർട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാ. അല്ല, ഒരു നമുക്ക് നമ്മുടെ ഓർമ്മയിലുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ആഹാരം ഭക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇക്കാടെ ഒരു സ്വഭാവം, ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നൊരു സ്വഭാവം എന്താ ഇക്കാടെ? അവനങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊന്നുമില്ല. ഇക്ക ചെയ്യുന്നൊക്കെ ഉമ്മക്ക് ഇഷ്ടം. ഉമ്മ എപ്പോഴും ഇക്കായി വഴക്ക് പറയുന്നത് എന്ത് ചെയ്യുന്നോണ്ടോ? ഞാനൊന്നും വഴക്ക് പറയാറില്ല അവനെ. ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. വഴക്ക് ഇപ്പോഴല്ല, പണ്ട് എന്തൊക്കെ കുസൃതി കാണിക്കണം. എന്നാലും പണ്ട് ചെയ്യുന്ന ഈ അനിയന്മാരെയൊക്കെ പിടിച്ച് അടിക്കുകയും ഒക്കെ ചെയ്യും. അതിന് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ ഏറ്റവും ദേഷ്യം വന്നത്. അല്ലാതെ കുഴപ്പമൊന്നും നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി ബുക്ക് അലങ്കോലാക്കണേന് ഞാൻ ഇത്തിരി കുറച്ച് ബുദ്ധിജീവിയായിരുന്നു ആ സമയത്ത്. അതിന്റെ അല്ലാണ്ട് അപ്പൊ ഉമ്മിക്ക അങ്ങനെ ഉമ്മായ ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവർത്തികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. കൊറേയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ സിനിമക്കൊക്കെ പോയിട്ടുണ്ട്, കൊറേ കാണാണ്ട് സിനിമക്കൊക്കെ പോകുമ്പോ അതൊക്കെ ഉമ്മച്ചിക്ക് ഓർമ്മയില്ലെന്നുള്ളൂ. അങ്ങനെ ഉമ്മാക്ക് ഇഷ്ടമായിരുന്നു ഇക്ക ഇങ്ങനെ പറയാണ്ട് സിനിമക്കൊക്കെ പോവായിരുന്നോ? എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അത് പറയാണ്ടൊക്കെ പോണത്. പേടിയായിരുന്നു എനിക്ക്. ചെറിയ വെച്ചല്ലേ ഇങ്ങനെ. അതല്ല, ആ പേടി ഇപ്പോഴും ഉണ്ട്. അതായത് ഇവിടുന്ന് ഞാന് ഇപ്പൊ ജനാലൊക്കെ നോക്കി പന്നുണ്ടാന്ന് നോക്കി രാത്രി അങ്ങനെ നോക്കി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്ന് ഫോണൊന്നുമില്ല വീട്ടില് ഫോണൊന്നുമില്ല. അപ്പൊ ഈ ഗാനമേളയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടോ. ഞാൻ ഒരു 5ാം ക്ലാസ് തൊട്ട് പാടാൻ തുടങ്ങിയത് പ്രൊഫഷണൽ ട്രൂപ്പിൽ, കുന്നമാവ് സാക്സ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ.
അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർക്കസ്ട്ര ചെറിയ ചെറിയ ഓർക്കസ്ട്ര ഗ്രൂപ്പുകളിലൊക്കെ പാടാൻ വേണ്ടിയിട്ട് ഇവരെ ഒന്ന് വിളിച്ചുകൊണ്ടുപോയിട്ട് രാത്രി ഇവിടെ കൊണ്ടുവന്ന് വിടും. രാത്രി ഞാൻ വരുന്ന സമയത്ത് ഈ ജനൽക്ക് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. ഇപ്പൊ എനിക്ക് ഉറക്കം വരില്ല. വരാതെ ഫോണൊന്നുമില്ല. ഇന്നത്തെ കാലത്താണ് വിളിച്ചു നോക്കിയ, അന്ന് അറിയില്ല. അത് കാരണം ഞാൻ വരുമ്പോ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. വാപ്പിച്ച് ഉറങ്ങൂല. വാപ്പിച്ച് ആ കിട്ടുമ്പോ ഇങ്ങനെ കിടക്കും. ഞാൻ പറഞ്ഞത് വരെ നോക്കി. എനിക്ക് പേടിയുള്ളതാണല്ല. അപ്പൊ വല്ലവരും പോണാണ്ട് പേടിക്കുമെന്നും പറഞ്ഞോണ്ട് മോൻ വന്നോളൂന്ന് പറഞ്ഞ് വാപ്പച്ചിയും നോക്കി നിൽക്കും. രണ്ടുപേരും ഞാൻ പറഞ്ഞൊരു ഉറങ്ങാറുണ്ടായില്ല. ഉറങ്ങാതില്ല പറഞ്ഞില്ലേ? ഇപ്പോഴും ഉണ്ടെന്ന്, ആ പേടി ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഞാനിപ്പോ ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് വാഴക്കാലം വരെ ഉള്ളൂ, ഇവിടെ തൊട്ടടുത്തല്ലേ, ഒരു കൂടി വന്നു കഴിഞ്ഞാൽ 8 കിലോമീറ്റർ ഉള്ളൂ. അവിടെ ചെന്ന് കഴിയുന്നവരെ പേടിയാണ്. മോനെത്തിയാ? അവിടെ എത്തി. പ്രത്യേകിച്ച് രാത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കുഴപ്പമാണ്. രാത്രി ഇവിടെ ഉമ്മച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ട് ഞാൻ തിരിച്ചു പോയാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു കിടന്നിട്ടുണ്ടാവും. 11 മണിയാകുമ്പോഴേക്ക് നീ എത്തിയ അവിടെ? ആ എത്തിന്ന് ഉറപ്പല്ലേ? ആ എത്തി. ആ ശരി. എന്നാലേ ഉമ്മക്ക് ഉറക്കം വരത്തുള്ളൂ. എനിക്ക് പേടിയാണ്. ഒറ്റക്ക് വണ്ടി ഓടിച്ച് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ പിന്നെ സാരമില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമല്ലോ ഉറങ്ങിപ്പോയാലെന്നുള്ളൊരു പേടിയാണ് എനിക്ക്. നാദൃഷിക്ക സിനിമാ നടനല്ല, അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജോലി അല്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു? കാർബോറ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നല്ലോ എനിക്ക്. വാപ്പിച്ച് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ വാപ്പിച്ച് മരിച്ചതിന് ശേഷം എനിക്ക് 18 വയസ്സായപ്പോ എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ ഞാനൊരു 10 വർഷം ജോലി ചെയ്ത്. അപ്പൊ തിരുവനന്തപുരത്തൊക്കെ പാട്ട് പാടാൻ പോകുമായിരുന്നു. പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ജോലിക്ക് പോകാൻ പറ്റൂല. അങ്ങനെ പിന്നെ ജോലി നിർത്തി. ജോലിന്ന് അവര് പറഞ്ഞു വിടുന്നുള്ള അവസ്ഥയായി. അപ്പൊ നമ്മളായിട്ട് നിർത്തി. പിന്നെ പാട്ട് പാടാൻ പോകണം. സിനിമയിലൊക്കെ കയറി കഴിഞ്ഞ പിന്നെ ആ ജോലിയില്ലല്ലോ. ജോലിയില്ല. കാരണം കാർബറന്റെ യൂണിവേഴ്സലിൽ ഞാനൊരു 10 വർഷം ജോലി ചെയ്തതാണ്. ഇപ്പൊ ഈ ചോദ്യത്തിന് സിനിമയായിട്ട്, ഇപ്പോഴും സിനിമാടനല്ല, സിനിമയായിട്ടുള്ള ജോലികളുമായിട്ട് ബന്ധപ്പെട്ട് പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ, അല്ലെങ്കിൽ കലാരംഗമായിട്ട് പ്രവർത്തനങ്ങൾ ഒന്നും ഇപ്പോഴത്തെ പോലത്തെ ഇല്ലായിരുന്നെങ്കിൽ കാർബറന്റെ കമ്പനിലെ ജോലിക്കാരൻ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവിടുത്തെ ഇച്ചിരി കൂടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആയല്ലേ? അവിടെ ഒരു അത്യാവശ്യം സീനിയോറിറ്റി അനുസരിച്ചിട്ട് ഇത്ര വർഷം കഴിഞ്ഞ അതിന്റെ ശമ്പളമൊക്കെ മേടിക്കുന്ന ഒരാള് കൂടിയൊന്നും ഒരു ഫോർ മെമ്പർ ആയിട്ടുണ്ടാവും. ഗ്രേഡ് കൂടി. ഉമ്മച്ചി എപ്പോഴും ഇക്കായ്ക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം എന്താ? ഈ രാത്രി ഒറ്റക്കൊക്കെ പോകാൻ പേടിയാണ് എനിക്ക്. രാത്രി ഇറങ്ങുന്ന ഉമ്മച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇടയ്ക്ക് വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഫ്ലാറ്റിൽ വരും, വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ താമസിച്ചിട്ട് രാത്രിയാകുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഫ്രണ്ട്സായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇട്ട് ഇറങ്ങി കഴിയുമ്പോൾ നീ എവിടെ പോണേ ഈ പാതിരാക്ക്? ആ ചോദ്യം വരും. 8 മണിയായിട്ടുണ്ടാവത്തുള്ളായിരിക്കും. നീ പാതിരാക്ക് എവിടെ പോണേ? ഞാൻ പറഞ്ഞ ഇവിടെ. ആരെ കൂടെ ഉള്ള? ആളറിയണം, എവിടെ പോണേന്ന് അറിയണം. അതെല്ലാം അറിയണം. സമാധാനം ഉണ്ടാവില്ല എനിക്ക്. അപ്പൊ ഉമ്മച്ചിയുടെ ഏറ്റവും വലിയ ഈ ചോദിച്ച 5 ചോദ്യത്തിന് ഉമ്മച്ചിയുടെ ഉത്തരം ഇക്ക ലേറ്റ് ആയിട്ട് പോകുന്നത്, അതാ ഉമ്മച്ചിയുടെ സമാധാനം. എന്റെ വരവും പോക്കുമാണ്. എന്റെ മാത്രമല്ല കേട്ടാ, എന്റെ ഇവിടുത്തെ എല്ലാ മക്കളുടെയും കാര്യത്തിലും ഉമ്മച്ചി ഇങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് ഒരാളുടെ കാര്യത്തിലല്ല. ഉമ്മച്ചിക്ക് തരാനുള്ള ഉപദേശം അത് തന്നെയാണ്, രാത്രി സഞ്ചാരം ഒഴിവാക്കുക അല്ലേ? ഇവിടെ സമ്മതം പോയാലോ അത് തന്നെ. എനിക്ക് ഉറക്കം വരില്ല. വന്നു നോക്കിയിരിക്കും. എന്നാൽ ഇക്കാടെ ചെറുപ്പത്തിലുള്ള ഒരു സ്വഭാവം ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു സ്വഭാവം എന്താ? കുഞ്ഞിലെ ഉള്ള അതേ സ്വഭാവം ഇപ്പൊ ഉമ്മച്ചിക്ക് ആ ചെറുപ്പത്തിലുള്ള ഇക്കാനെ ഓർമ്മ വരും. ഉമ്മച്ചിയുടെ അടുത്ത് വരുമ്പോ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സ്വഭാവം എന്താ? മാറ്റമില്ലാത്ത സ്വഭാവം. പെട്ടെന്നുള്ള ദേഷ്യം. ആ ദേഷ്യം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഉള്ളത് ഇപ്പോഴും ഉണ്ട്. ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. എനിക്ക് അങ്ങനെ മറച്ചു വെക്കണ പരിപാടിയില്ല. അതങ്ങനെ അറിയാതെ തന്നെ പെട്ടെന്ന് വരും. ദേഷ്യം വരും. ഇപ്പൊ അനിയന്മാരുടെ അടുത്താണെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അടുത്താണെങ്കിലും. പിന്നെ വേറെ കാര്യം ഉണ്ട്, ഈ ദേഷ്യപ്പെടുന്നത് ഏറ്റവും ഇഷ്ടമുള്ളവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അവരുടെ അടുത്താണ് അനിയന്മാർക്ക് നല്ല പേടിയുണ്ട്. അല്ല, ദേഷ്യം വരും. അവർക്ക് പേടിയാ. ദേഷ്യം വരെയും ചെയ്യാതെ ആ ദേഷ്യം കഴിഞ്ഞാൽ അത് മറക്കുകയും ചെയ്യും. മനസ്സിൽ വെച്ചോണ്ടിരുന്നുള്ളൊരു പെട്ടെന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു. പിന്നെ ചില സമയത്ത് എത്രയും പറയണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു തോന്നൽ വരും. അത് പെട്ടെന്ന് തന്നെ ദേഷ്യമാണ്, അല്ലാതെ ഒന്നും ഉള്ളി തട്ടിയിട്ടല്ല. ഇക്ക ഇവരെ ആരെങ്കിലും പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ടേ വഴക്കൊക്കെ പറഞ്ഞതിന് ശേഷം മീൻസ് അയ്യോ അവര് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ
പോട്രാ ഇത്ര പറയും, അതിൽ കൂടുതൽ പറയാൻ പറ്റൂല. അല്ലാതെ ഒരു സോറി അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല. അനിയന്മാരെ എടുത്തിട്ടാ, ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്താണെങ്കിൽ സോറി പറയും. സോറി വീട്ടിൽ അനിയന്മാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ അനിയന്മാരുടെ അടുത്താണെങ്കിൽ അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വിളിക്കും, അതോടെ തീരും. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് വയ്ക്കാം ഒരു 5 ക്വസ്റ്റ്യൻ. ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? അങ്ങനെയൊന്നുമല്ല, ഉമ്മിച്ച് ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ ആണ് ഇപ്പോഴ് നമ്മളുടെ ഈ കാണുന്ന ആരോഗ്യവും ഈ തടി. അങ്ങനെ എന്തുണ്ടാക്കി തന്നാലും ആ പാവം ചെറുപ്പം തൊട്ട്, ഞാൻ പറഞ്ഞല്ലോ ഉമ്മിച്ചിക്ക് എൻ്റെ ഫാദർ മരിക്കുമ്പോൾ ഉമ്മിച്ചിക്ക് 32 വയസ്സുള്ളൂ. 32 വയസ്സ്. 32 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഫാദർ മരിക്കണത്. എൻ്റെ ഫാദറിന് 42 വയസ്സ്. 42 വയസ്സ്. അപ്പോൾ 32 വയസ്സെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്ന സമയമേ ഉള്ളൂ. ആണ്. ആ പ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടും ഈ 5 മക്കളെയും നോക്കി ഈ പാവം ഉണ്ടാക്കി തന്ന സാധനങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്യാം. അതിനെ ഇന്നതൊന്നുമില്ല. ഉമ്മച്ചി പണ്ടൊക്കെ ഈ ദേഷ്യപ്പെടുമ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ ഒരു ഡയലോഗ് എന്തായിരുന്നു? എന്തെങ്കിലും വിളിക്കുവോ? എന്തൊരു പ്രത്യേക പേര് വല്ലതും വിളിക്കുവോ ദേഷ്യം വരുമ്പോഴത്തേക്കൊക്കെ? എടാന്ന് പറഞ്ഞിട്ടുള്ളൊരു അലർച്ച മാത്രം കേൾക്കാം. പിന്നെ പറയുന്നൊക്കെ ഒന്നും കേൾക്കാൻ പറ്റൂലായിരിക്കും. ചെറുപ്പത്തിലൊക്കെ നല്ല വിളിച്ചിട്ടുണ്ട്, എന്തൊക്കെ വിളിച്ചേക്കണെന്നൊരു പിടിയില്ല. അതൊക്കെ പറയാൻ പറ്റുമോ? ആ സമയത്ത് തനി നാട്ടിൻപുറത്ത് ഉമ്മച്ചിയാവും വിളിക്കും. എന്തെങ്കിലുമൊക്കെ നല്ല വാക്ക് പറഞ്ഞ് വിളിക്കും. അതിലെ പല സാധനങ്ങളും ഇവിടെ ഉണ്ട്, ഇവിടെ ഓടിപ്പാഞ്ഞടുപ്പുണ്ട്. എന്താണ് പട്ടിന്നൊക്കെ ചോദിക്കും. അതൊക്കെ പറയും. ഞാൻ ഈ ലളിത ചേച്ചിയില്ലേ, KPSC ലളിത ചേച്ചീനെ ഞാൻ അമറക്ബറിലൊക്കെ അഭിനയിക്കാൻ വന്നപ്പോൾ ശരിക്കും ചേച്ചീനെ എനിക്ക് ഉമ്മിച്ചായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ചില മാനറിസവും, കാരണം ഓപ്പണായിട്ട് പറയും, ചീത്ത പറയുമ്പോൾ പോലും അങ്ങനൊന്നും ഓർക്കത്തൊന്നുമില്ല, വേഗം അങ്ങ് പറയും. നമുക്ക് വാപ്പമ്മയായിട്ട് വളർത്തുന്ന മക്കളാണല്ലോ നമുക്കൊരു ഇത്. നമ്മുടെ കൂടെ ആളില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും പിന്നെ? നമുക്ക് പിന്നെ ആരുടെ പടച്ചോ മാത്രമുണ്ട്. അങ്ങനെ നോക്കും, മക്കളെ നോക്കി. ഉമ്മച്ചിയുടെ അടുത്തു നിന്നും പഠിച്ച ഏറ്റവും എന്താ വിലപ്പെട്ട ആ ഒരു ലെസൺ എന്തായിരിക്കും ലൈഫിൽ? ഉമ്മച്ചിയുടെ അടുത്തുനിന്ന് പഠിച്ച വിലപ്പെട്ട ലൈഫാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒറ്റയ്ക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ 5 മക്കളെയും കൊണ്ട് മക്കള് പറക്കം പറ്റി എവിടെയെങ്കിലുമൊക്കെ എത്തുന്നവരെ ക്ഷമിച്ച് സഹിച്ച് നിൽക്കാനായിട്ടുള്ളൊരു പവറില്ലേ, വിൽ പവർ. അത് ഇപ്പം പരിപാടിക്ക് പോയി വരുമ്പോഴേ പൈസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തരും, ഒന്നും അനാവശ്യമായിട്ട് ചിലവാക്കില്ല, ഒക്കെ കൈ കൊണ്ടുവന്ന് തരും. അങ്ങനെ ഞാൻ കൂട്ടി വെച്ചിരുന്നിരുന്ന് ഇതിൻ്റെ ഇടയിൽ കൂടി, ഈ മക്കളെ വളർത്തുന്ന ഇടയിൽ കൂടി അത് കൂട്ടി വെച്ചിരുന്നു 2 ലക്ഷം രൂപ കൂട്ടി വെച്ചിരുന്നു. എന്നിട്ട് ഇവൻ വീട് മേടിക്കാനല്ലേ, പറമ്പ് വീട് മേടിക്കാൻ പോയപ്പോൾ പൈസ എടുത്ത് ഞാൻ അങ്ങോട്ട് കൊടുത്ത്. ഇത് എവിടുന്നാണെന്ന് മോൻ കൊണ്ടുവന്ന പൈസ, പരിപാടിക്ക് കൊണ്ടുവന്ന പൈസയാണ്. ഞാൻ അന്ന് നമുക്ക് വേറെ ഇതുണ്ടായിരുന്നു, വീട്ടില് അലമാരിയുടെ അകത്ത് കിട്ടിയ പൈസ കൊണ്ടുവന്ന് ഞാനവിടെ വയ്ക്കും. അതിനകത്തുനിന്ന് ആവശ്യത്തിന് എടുക്കാം. പിന്നെ അനിയന്മാരങ്ങനെ എടുക്കുന്നില്ല, ഉമ്മിച്ചാണ് എടുക്കുക. നമുക്കിങ്ങനെ അതിൽ എത്ര കൊണ്ടുവന്ന് വെച്ച് കണക്ക് ചോദിക്കണ പരിപാടി അങ്ങനെ ഉണ്ടായില്ല, അന്ന് തൊട്ട് ഉണ്ടായില്ല. ഉമ്മയുടെ അടുത്ത് ഞാൻ ഇന്നൊരു ചോദിച്ചിട്ടില്ല, അതെന്താ ചെയ്തേക്കണേ, എന്താ ഞാനവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പൈസ ആണല്ലോ, അത് എത്ര എടുത്തെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അത് എത്ര നാള് ആയ പൈസയാണ്, 2 ലക്ഷം രൂപ എത്ര നാള് കൊണ്ടുവന്ന് പിന്നെ അത്ര ആയത്. ഒരു പ്രോഗ്രാമിനൊക്കെ അന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗൾഫ് പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് 10,000 രൂപ 20,000 രൂപ കിട്ടുന്നത്. അങ്ങനെ കിട്ടിയ പൈസയാണ് കൊണ്ടുവച്ചത്. അപ്പൊ ചോദിക്കണേണ് ഉമ്മച്ചി, ഇത് അവന് മോൻ തന്ന പൈസയാണ്. ഉറുമ്പ് കൂട്ടും പോലെ കരഞ്ഞ്, പെട്ടെന്ന് അങ്ങനെ കരഞ്ഞു, ഉമ്മച്ചിത് ഞാൻ തന്ന പൈസ കൂട്ടി വെച്ചിരുന്നാന്ന് ചോദിച്ചു. ഉമ്മച്ചി ആ പൈസ ഒന്നും എടുക്കാണ്ട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്തിട്ട് അത്രയും കൂട്ടി വെച്ചില്ലേ കൊറേ നാള് കൂട്ടി വെച്ച. പിന്നെ ഇത് ഏകദേശം ഒരു 10 വർഷത്തോളം പ്രോഗ്രാമിന് പോയ പൈസയാണ് ഈ പൈസ. അതാണ് ഈ 2 ലക്ഷം രൂപ എന്നുണ്ടോ. അല്ലാണ്ട് ഇന്നത്തെ പോലെ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി ഒരു 2 പാട്ട് പാടിയിട്ട്
തിരിച്ച് 2 ലക്ഷം രൂപ മേടിച്ചോണ്ട് വരുന്ന പരിപാടിയില്ല. അല്ല അത്രയും വർഷമായിട്ട് ഉമ്മച്ചി കൂട്ടി വെച്ചു. ഏകദേശം ഒരു 10 വർഷത്തെ പൈസയാണ് ഈ പറയണത്, 2 ലക്ഷം രൂപ. ഈ അനിയന്മാരെയൊക്കെ പഠിപ്പിക്കാനും എല്ലാം ഇക്കാട് തന്നെ തന്നെയല്ലേ എല്ലാം ചെയ്തത് ആ സമയത്തൊക്കെ. അപ്പൊ അല്ല അത് എൻ്റെ ഫാദർ മരിക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാവരുടെയും കൈ കൊണ്ടുവന്നിട്ട്, അന്ന് എനിക്ക് 16 വയസ്സല്ലേ ഉള്ളൂ, എല്ലാ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു. ഉമ്മിച്ചിയുടെ കൈ, അനിയന്മാരുടെ കൈ, പെങ്ങളുടെ കൈ സംസാരശേഷി പോയി. ഇങ്ങനെ മുഖത്തേക്ക് നോക്കി കിടക്കണം. അപ്പോൾ കയ്യിൽ പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവരെ നോക്കിക്കൊള്ളണം എന്ന് പറയുന്ന ഒരു. അപ്പോൾ അത് നമ്മളെ ഏൽപ്പിച്ചാൽ ജോലി ചെയ്യുന്നത്, അതിനപ്പുറത്തേക്ക് വേറെ കടമയൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ പഠിക്കാൻ നേരത്ത് പറഞ്ഞ എൻ്റെ അടുത്ത്, നമുക്ക് മുതലൊന്നുമില്ല, വേറെ നമ്മുടെ മക്കളാണ് നമ്മുടെ മുതൽ. അത് ഓർത്തോട്ട് നമ്മുടെ മക്കളാണ് മക്കളെ നോക്കിക്കോളണം. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കാം. പിന്നെ ഫാദർ ഭയങ്കര പാവമായിരുന്നു, ഭയങ്കര ശുദ്ധനായിരുന്നു. ഉമ്മച്ചി അങ്ങനെ വളർത്തിയ മക്കളെല്ലാം നല്ല രീതിയിൽ എത്തിയില്ലേ? അപ്പൊ നമുക്ക് അതല്ല ഏറ്റവും വലുത്. മക്കളൊന്നും കുഴപ്പമില്ല, എല്ലാരും പഠിച്ചോ നന്നാക്കി തന്നേക്കത്തിന്. അത്രേ ഉള്ളൂ. ഒന്നും ഒരു അനാവശ്യത്തിനും പോകൂല. പിക്ക ഈ 10-16 വയസ്സിലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂട്ടുകാരൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഇപ്പോഴത്തെ പറയുന്നത് ഇങ്ങനെ ചില്ല് ചെയ്ത് നടക്കുന്ന പ്രായമല്ലേ. അപ്പോഴാണല്ലോ ഇക്കാടെ ഇത്രയും ഒരു ഫാമിലി മൊത്തം ആയത്. അപ്പം പെട്ടെന്ന് അങ്ങനെ ഒരു ലൈഫിലോട്ടൊരു ചേഞ്ച് വന്നപ്പോ എങ്ങനെയാ അത് അഡാപ്റ്റ് ചെയ്തത്? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ആ സമയത്ത്. പക്ഷേ ഇവന് അവരെന്തെങ്കിലും കുറ്റക്കേട് ചെയ്താ ഞാൻ വലിക്കാക്കാനോട് പറഞ്ഞു കൊടുക്കൂട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് നമുക്ക് ഒരു പ്രോഗ്രാമിന് മിമിക്രിക്ക് ഇറങ്ങുന്നതൊക്കെ ആ സമയത്താണ്. കോളേജ് പഠിക്കുമ്പോഴാണ് മിമിക്രിക്ക് ഇറങ്ങുന്നത്. കോളേജ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദർ മരിക്കുന്നു. ഫാദർ മരണപ്പെടുന്നതിന് ഒരു ഏകദേശം ഒരു 5-6 മാസം മുമ്പ് തൊട്ട് നമ്മൾ മിമിക്സ് പരേഡ് ഗ്രൂപ്പിൽ, അപ്പോൾ 200 രൂപ അല്ല 100 രൂപ 110 രൂപയാണ് അന്ന് ഒരു പ്രോഗ്രാമുമായി കിട്ടുന്നത്. ആ 110 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ 10,000 രൂപയുടെ വിലയുണ്ട്. പിന്നെ തിരുവനന്തപുരത്തൊക്കെ പാട്ട് പാടാൻ പോകുമായിരുന്നില്ല, അങ്ങനെയൊക്കെയാണ് പൈസ കൂടുതൽ കിട്ടിയിരുന്നത്. അല്ല, ഈ 110 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് 10,000 രൂപയ്ക്ക് നമ്മൾ മേടിക്കുന്ന സാധനങ്ങളില്ലേ, അതുപോലെ നമുക്ക് അത്രയും അസറ്റ് ആയിട്ട് 10,000 ഇല്ലെങ്കിൽ പോലും അതൊരു വലിയൊരു എമൗണ്ട് തന്നെയാണ്. എന്നാലും ഇപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു കടയിൽ പോകുമ്പോ പോലും കൊറേ ചുരുക്കിയിട്ട് കൂടുതലും വീട്ടിലെത്തിക്കാൻ. ഒരു മീൻകറിയും ചോറിനും 5 രൂപ ഉള്ളൂ ആ സമയത്ത്, അത്ര മാത്രം വിചാരിച്ചാൽ. അതെ ഞാൻ ഉദ്ദേശിച്ചത് അധികം ചെലവാക്കാണ്ട് വീട്ടിലെത്തിക്കാം എന്നുള്ളൊരു ഉദ്ദേശമായിരിക്കുമല്ലോ അന്ന് കൂടുതൽ. അന്ന് 110 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപ ഉമ്മച്ചിക്ക് കൊടുക്കും. 10 രൂപ ചെലവാവുള്ളൂ, ബാക്കി ഉമ്മച്ചിക്ക് കൊടുക്കും. അപ്പൊ അന്ന് മുതലേ കൂട്ടിവെച്ച പൈസയാണല്ലേ ഉമ്മച്ചി. അതൊക്കെ അവസാനം എനിക്കൊരു വീട് മേടിക്കാൻ വേണ്ടി തന്നില്ലേ. അതെ ആ വീടിന് 3 ലക്ഷം രൂപയായി. 2 ലക്ഷം രൂപ ഉമ്മച്ചി തന്നു. ബാങ്കിൽ ഇടുന്നതിനേക്കാളും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അത്. മറ്റുള്ള എല്ലാവരെക്കാളും കൂടുതൽ ഉമ്മച്ചി മാത്രമേ ആ കാര്യം ചെയ്താലേ ശരിയാവുള്ളൂ. അങ്ങനെയുള്ളൊരു കാര്യം എന്തായിരിക്കും? ഇക്കാക്കിനി അത് വേറെ ആര് ചെയ്തെന്നാലും ശരിയാവില്ല, അത് ഉമ്മച്ചി തന്നെ വേണം. ഉമ്മ ചെയ്തു തന്നാൽ നല്ലതെന്ന് പറയുന്നത് നമുക്കെല്ലാം ഇഷ്ടമുള്ള കാര്യമല്ലേ. ഇപ്പൊ പിന്നെ പെര പണിയണേന് തറക്കല്ലിടല്, പിന്നെ എന്റെ സിനിമകളുടെ സ്വിച്ച് ഓൺ ചെയ്യല്, അതൊക്കെ ഞാൻ ചെയ്തു. എല്ലാം ഉമ്മച്ചീനെ കൊണ്ട് തുടക്കം കുറിക്കുക അല്ലേ. അതാണ് ഞാൻ ചെയ്ത്. ഇപ്പൊ അമറക് തോണി, കട്ടപ്പനയിൽ ഒരു വർഷം ഒക്കെ അതാ പടത്തിന്റെ ഒക്കെ എല്ലാത്തിന്റെ സ്വിച്ച് ഓൺ ഉമ്മച്ചിയായിരുന്നു. കേശു എല്ലാം ചെയ്തപ്പോഴും. പക്ഷെ അത് കാണാനായിട്ട് ഇവൻ എന്നെ വിളിച്ച്, ആ സിനിമ കാണാനായിട്ട്. എന്നിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങി. ഇപ്പൊ ഞാൻ പറഞ്ഞു മിച്ച ചെയ്തതാണ്, മിച്ച വരൂല, സിനിമ കാണാൻ വരൂല എന്ന് പറഞ്ഞ സാരല്ല, ഇത് ഞാൻ ചെയ്ത പാടുമാണ്, ഉമ്മച്ചിയല്ലേ ഒക്കെ ചെയ്തത്. ഹജ്ജീദാന്ന് ഉമ്മച്ചി ഹജ്ജ് ചെയ്തിട്ട ആളാണ്. അപ്പോൾ ആ ഹജ്ജീദാന്റെ പേരിൽ സിനിമ കാണാൻ പാടില്ലാന്ന് പറഞ്ഞേ ഞാൻ പോകാതിരുന്നു. പ്രിവ്യൂ കാണാൻ വേണ്ടിട്ട്. പ്രിവ്യൂ അല്ല, ഞാൻ അമറക് തോണി ഇട്ടിട്ട് ബാക്കി എല്ലാവരും നല്ല ചിരി. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് വന്നപ്പോ ഉറങ്ങിപ്പോയിരുന്നു. ആരണ്ട നീ വന്നത് എൻ്റെ കൂടെ? എല്ലാവരും ഉണ്ടായിരുന്നു. അവര് 2 നടന്മാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ നല്ല ഉറക്കമാണ്. ഉമ്മച്ചി അവരുടെ അടുത്തൊക്കെ പറഞ്ഞു ഉറങ്ങിന്ന്. അവര് കണ്ടല്ലോ ഞാൻ ഉറങ്ങി. പൃഥ്വിരാജനൊക്കെ വന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് സിനിമ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറങ്ങിയാണ്, എന്നെ കളിയാക്കിയതാണ്. അപ്പൊ ട്രോളെന്നവർക്ക് ട്രോള്. ഇപ്പൊ സിനിമ കണ്ട് ഉമ്മ പോലെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെയാണ് ഇനി പുറത്തുള്ളവര്.
സിനിമ കാണിക്കാൻ കൊണ്ടുപോയിട്ട് ഉമ്മച്ചി പിന്നെ അത് കണ്ടോ ഉമ്മച്ചി സിനിമ ഇല്ല, കണ്ടോ? പിന്നെ ഉമ്മച്ചി സിനിമ തിയേറ്ററിൽ കൊണ്ടുപോയില്ല. കൊണ്ടുപോയിട്ടില്ല. ടിവിയിലൊക്കെ കാണോ? ആ അതിൽ ടി വിയിൽ വരുമ്പോ കാണുമായിരിക്കും അല്ലേ? അതാദ്യം നേരം ഒന്നും കാണാൻ പറ്റൂല. ഞാൻ കുറച്ചൊരു ഉറങ്ങി. ആ ഈ അങ്ങനെ ഇരിക്കുന്ന പരിപാടി ഒന്നല്ലേ ടി വിയിൽ? ഇല്ല. ഇക്കടെ ഏതെങ്കിലും സിനിമ ഉമ്മച്ചി തിയേറ്ററിൽ കണ്ടുണ്ടോ? അഭിനയിച്ച പണ്ടൊക്കെ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടല്ല ആ സ്നേഹം ഇപ്പോഴും. ഇക്ക ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞ ഏത് പാട്ട് പാടി കൊടുക്കും? ഉമ്മച്ചിക്ക് മണീനെ ഭയങ്കര, ഇപ്പൊ മണി, സലീംകുമാർ, ദിലീപ്, അശോകൻ ചേട്ടൻ, അവരൊക്കെ എല്ലാരും ഇവിടെ വരുമായിരുന്നു. നാളെ വന്ന് മാളച്ചേട്ടൻ ഒക്കെ വരുമായിരുന്നു. അന്ന് എല്ലാവർക്കും ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പൊ മണീനെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ മണിയുടെ പാട്ടുകൾ ഉമ്മച്ചിക്ക് ഇഷ്ടമാണ്. മണിയുടെ ഞാൻ മ്യൂസിക് അല്ല ഓടേണ്ട ഓടേണ്ട എന്നുള്ള പാട്ടേ അത് മണി പാടുമല്ല, അത് ഭയങ്കര അതൊക്കെ ഉമ്മച്ചിക്ക് ഇഷ്ടം. ഈ ഇവിടെ ഇടയ്ക്ക് വരുമായിരുന്നു. എന്നിട്ട് ഉമ്മച്ചി പറയുമ്പോൾ മണി ഇരുന്ന് പാട്ടൊക്കെ പാടിക്കൊടുക്കും. ഇവിടെ ഇരുന്ന് പാട്ട് പാടും അല്ലേ? ആ മണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു, കബഡി കബഡി. അതിൽ ചെയ്തൊരു പാട്ട് പാടാം. മിന്നാ മിനുങ്ങി മിന്നും മിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. അടിപൊളി. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കണ പോലെയാണ് ആള് അല്ലേ പാട്ട്. അവരൊക്കെ നമ്മളുടെ വീട്ടിലെ അംഗങ്ങളായിരുന്നു ശരിക്ക്. മണി, സലീമൊക്കെ ഇപ്പോഴും വരും കേട്ടോ, അശോകൻ ചേട്ടൻ, ദിലീപ്. എന്റെ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരൊക്കെ. ഇഷ്ടമായിരുന്നു. ആ ഉമ്മച്ചിയുടെ ഉമ്മാക്കും ഈ പറയുന്ന അവരൊക്കെ തുടക്കകാലങ്ങളിലാണെങ്കിൽ പോലും കണ്ടിട്ടുണ്ട്. അവരെല്ലാവരെയും സ്റ്റാർട്ടിങ് സമയത്ത് ഞങ്ങൾ വീഡിയോ കാസറ്റിൽ അഭിനയിക്കുമായിരുന്നല്ലോ. അശോകൻ ചേട്ടൻ, ഞാനും ദിലീപും ഒക്കെ. മണി മാത്രം ഇല്ലാന്നുള്ളൂ, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. സലീംകുമാർ ഉൾപ്പെടെ ഈ ഓഡിയോ കാസറ്റ് വീഡിയോ കാസറ്റ് ഒക്കെ ചെയ്തിരുന്ന. ആ സമയത്ത് ഇവരാരും സിനിമയിൽ വന്നിട്ടില്ല. ആ സമയത്ത് വീട്ടിൽ വരുമ്പോ ഉള്ള എല്ലാവരും മഞ്ജുവൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, ഉമ്മയുടെ അടുത്ത് വരും. മഞ്ജു ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ടല്ലേ? അപ്പം ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ മണിച്ചേട്ടനൊക്കെ വന്നിട്ടും ഇവിടെ ഇരുന്ന് എല്ലാവർക്കും പാട്ടൊക്കെ പാടി. ഉമ്മിച്ച് പാടിയല്ല അവര് അത് അവര് പാടുന്നത്. അവര് പാടും. പാട്ടൊക്കെ പാടി അങ്ങനെ മൊത്തത്തിലൊരു രസമായിരിക്കും അല്ലേ വൈകുന്നേരങ്ങളൊക്കെ? അപ്പൊ പണ്ട് ഇപ്പൊ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറയുമല്ലോ. അപ്പം ഇങ്ങനെ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാ, അങ്ങനത്തെ മെമ്മറീസ് ഒക്കെ ഉണ്ടോ എല്ലാവർക്കും കൂടി? അങ്ങനെയൊക്കെ ഉണ്ടാവും. ഭക്ഷണമൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ എല്ലാരും കഴിക്കും. എല്ലാരും കൂടി കഴിക്കും. അതൊക്കെ ഒരു സന്തോഷം പറഞ്ഞല്ലോ. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ പരിപാടിയൊന്നുമില്ല. അല്ല, എല്ലാവരും കൂടി മൊത്തത്തിൽ ഇവിടെ എപ്പോഴും ആള് കാണും. എപ്പോഴും ആളുണ്ടാവും. ദിലീപേട്ടനായിട്ട് എങ്ങനെയായിരുന്നു? ദിലീപേട്ടൻ എന്റെ മൂത്ത മോനാന്ന് പറഞ്ഞെടുക്കണേ. ഇക്കാന്റെ കൂട്ടുകാരൻ മൂത്ത മോനാണ്. എല്ലാരും പറയും മൂത്ത മോനാണെന്ന്. അവിടെ ദേപുട്ടിലൊക്കെ പോയിട്ടുണ്ടോ? അവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോ ഞാനാണ്. ദേപുട്ടിന്റെ ഉദ്ഘാടനം ഞങ്ങളുടെ 5 പേരെ അമ്മമാരായിരുന്നില്ല. ഉമ്മച്ചിയൊക്കെ ആയിട്ട് എല്ലാവരും. പിന്നെ ഇവിടെ ദുബായില് ദേപുട്ട് ദുബായ് വരെ ഉമ്മച്ചിക്ക് ട്രാവൽ ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ മുട്ടിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതോടുകൂടി ട്രാവൽ ചെയ്യാൻ പാടില്ല. അതുവരെ ട്രാവൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ദുബായിലെ ദേപുട്ട് വരെ ഉള്ള ഞങ്ങളുടെ എല്ലാവരും അമ്മമാരാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നല്ല, ഓപ്പൺ ചെയ്തത്.